ഹായ് ബ്യൂട്ടിഫുൾ ഗേൾസ്. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പോലും മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവില്ല. ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ നമുക്ക് തന്നെ തോന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ കിളി മാറി ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ലൈഫ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആവുന്ന പോലെ ഒരു സംഗതി ഉണ്ടായി. അതായത് ഒരു കുഞ്ഞ് ആക്സിഡന്റ്. പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ കാണുമ്പോൾ എന്താ അറിയാലോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചെറിയ ചതവുകളും നീരും ഒക്കെ ആയി ഒരു റെസ്റ്റ് ഒരു 3-4 ദിവസം. അപ്പോൾ വളരെ ക്ലോസ് സർക്കിളുള്ള ആൾക്കാരോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഇത് കാണുമ്പോഴായിരിക്കും പല ആൾക്കാരും അറിയുന്നുണ്ടാവുക. കാരണം അത്ര ഭീകരമായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ്. റെസ്റ്റ് മാത്രം മതിയായിരുന്നു. ആകെ കൂടി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് പെയിൻ കില്ലർ മാത്രമാണ്. വേറെ ഒന്നും മരുന്നും അവരും തന്നിട്ടില്ല. അത്രയും നിസ്സാരമായിട്ട് പോയി. പക്ഷെ എല്ലാവരും പാനിക്കായി. ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് എനിക്ക്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ച മെസ്സേജ് ഒരു കഷ്ടകാലല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ആ മൊമെന്റിൽ ഞാൻ ആക്ച്വലി ഏറ്റവും അധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിലാണ് എനിക്ക് ആ മെസ്സേജ് കിട്ടുന്നത്. ശരിക്കും നോക്കിയാൽ കഷ്ടകാലം ആയേണ്ടിയിരുന്ന ഒരവസ്ഥയാണ്. കാരണം അത് ഇത്തിരി സീരിയസ് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കഷ്ടപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു എന്നെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്നെ നോക്കണം, എൻ്റെ കുട്ടികളെ നോക്കണം, എല്ലാ രീതിയിലും. പക്ഷെ ഞാൻ ഈ അവസ്ഥയെ കഷ്ടകാലമായിട്ട് കാണില്ല. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 1 മണി ആയിട്ടുണ്ട് രാത്രി. എൻ്റെ ഫേവറേറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച്, ജോർജി കോഫി പ്ലസ് ഒരു ബുക്ക് കിട്ടി. അത് ഇരുന്നിരിപ്പിൽ തീർക്കണം എന്ന് വിചാരിച്ചതാണ്. അതും ഇരുന്നിരിപ്പിൽ പറ്റിയില്ലെങ്കിൽ പോലും പിന്നെ താമസമില്ലാണ്ട് ഇതിപ്പോൾ തീരാറായി. പിന്നെ ഫേവറേറ്റ് നാച്ചുറൽസ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം. അതായത് ഈ ലേറ്റ് നൈറ്റിൽ ഇരുന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാനോ ഒന്നും പറ്റുമെന്ന് കരുതിയിട്ടല്ല. ഒരു ബിസി സ്കെഡ്യൂളായിരുന്നു എൻ്റെ. ആസ് എ മദർ, ആസ് എ വൈഫ്, എല്ലാ രീതിയിലും ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ഈ ഒരു അപകടമാണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് സിറ്റുവേഷനെയും നല്ലതായിട്ടും പൊട്ടയായിട്ടും ഒക്കെ കാണാം. അതിനെ എങ്ങനെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഇത് മേ ബി ഇത് അത്ര സീരിയസ് അല്ലാതെ പോയതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിലിരുന്ന് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ അതിലുപരിയായിട്ടും നമ്മളുടെ മൈൻഡ് സെറ്റാണ് പല സിറ്റുവേഷനെയും നമുക്ക് നല്ലതാണ് പൊട്ടയാണെന്നൊക്കെ തോന്നുന്നത്. എത്ര കഷ്ടം പിടിച്ച അവസ്ഥയാണെങ്കിലും ചില ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിരിക്കും കണ്ടിട്ടില്ല. അപ്പം അത് നമുക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തിലും ഏതെങ്കിലും ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു നല്ല സംഗതി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.